വിദ്യാഭ്യാസത്തിന് ഒട്ടേറെ പ്രാധാന്യം നൽകുന്ന ഒരു മതമാണ് ഇസ്ലാം. കാട്ടാള സ്വഭാവത്തിൽ നിന്ന് മുക്തമാക്കി നല്ല സംസ്കാരവാഹകരാക്കി തീർക്കുന്നത് എന്ന് നിർവചിക്കപ്പെട്ട വിദ്യാഭ്യാസം. അതിന് ആ ഗുണമുണ്ടാവാൻ ചില നിബന്ധനകളൊക്കെ ഉണ്ട്. അഥവാ സദാചാര മൂല്യങ്ങൾ തിയറിയായും പ്രാക്ടിക്കലായും അഭ്യസിക്കുന്നതിന് പ്രഥമ പരിഗണന നൽകപ്പെടുമ്പോൾ മാത്രമേ വിദ്യാഭ്യാസ മേഖല ശുഭകരവും സ്വാഗതാർഹവും ആവുകയുള്ളൂ. എന്നാൽ ഇത്തരം സദാചാര ബോധമുണ്ടാക്കുന്ന വിജ്ഞാന മേഖലയുടെ കലവറയാണ് ഇസ്ലാം. എന്നാൽ രണ്ട് സ്വഭാവമുള്ള ആളുകൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുകയില്ല എന്ന് കാണാം. അവർക്ക് അറിവ് നേടാൻ സാധിക്കുകയില്ല. ഹദീസ് പണ്ഡിതനായ മുജാഹിദ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, മടിയുള്ളവർക്ക്, അഹങ്കാരമുള്ളവർക്ക് അറിവ് സമ്പാദിക്കാൻ സാധിക്കുകയില്ല. ചോദിക്കാനും പഠിക്കാനൊക്കെ മടിയാണ്, ലജ്ജയാണ്. മടിയിലേക്ക് നയിക്കുന്ന ലജ്ജ. അതുപോലെ അഹങ്കാരിയാണ്, അവർക്കൊന്നും അറിവ് സമ്പാദിക്കാൻ തീരെ സാധിക്കുകയില്ല. അറിവ് ലഭിക്കണമെങ്കിൽ നാം ഇങ്ങനെയുള്ള മടി ഒഴിവാക്കി, അഹങ്കാരങ്ങളൊക്കെ ഒഴിവാക്കി, എവിടെയാണോ അറിവുള്ളത് അത് തേടിപ്പിടിക്കാനുള്ള ഉത്സാഹം കാണിക്കുക തന്നെ വേണം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, സ്ത്രീകളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവരായ സ്ത്രീകൾ ആരായിരുന്നു? അൻസ്വാറുകളായ സ്ത്രീകളായിരുന്നു മദീനയിലെ. അതായത് അവര് മതകാര്യങ്ങൾ പഠിക്കുന്നതിൽ ലജ്ജയോ മടിയോ അവർക്ക് തടസ്സമാകാറില്ല. എന്ത് വിഷയമാണെങ്കിലും ചോദിച്ച് മനസ്സിലാക്കിയാൽ മാത്രമല്ലേ അത് അറിയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അവർ എന്ത് വിഷയമാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ച് മനസ്സിലാക്കാറുണ്ടായിരുന്നു. അതിനവർക്കൊരു മടി ആ വിഷയത്തിൽ ഉണ്ടാകുമായിരുന്നില്ല. വൈവാഹിക ബന്ധത്തിലും സ്വകാര്യ ജീവിതത്തിലൊക്കെ വൈകാരികമായ പല സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതെങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കും എന്നൊരു മടി അവർക്കുണ്ടായിരുന്നില്ല. അതുമായി ബന്ധപ്പെട്ട എന്ത് വിഷയമുണ്ടെങ്കിലും തീർച്ചയായിട്ടും അത് ചോദിച്ച് മനസ്സിലാക്കുമായിരുന്നു. സത്യം പറയാൻ അള്ളാഹുവിന് മടിയില്ലെങ്കിൽ നാം എന്തിനു മടിക്കണം എന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത്.